ആ മുമ്പേ നിൽക്കുന്ന ഒരു ആരോപണം, അതിലൊരു അന്വേഷണം നടന്നു, അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമൊക്കെ ഈ ആശുപത്രിയിൽ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചുമതല ഏൽക്കുന്നത്. അതാണ് അതിലെ കൗതുകം. അതായത് 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം, 1 വർഷം മുമ്പാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വരുന്നത്. ഇതറിയാത്ത ആളല്ല മന്ത്രി അങ്ങനെ വെറുതെ പറയില്ല. ഞാനങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ നിഷ്കളങ്കത ആരോപിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിന് ചാർത്തി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഈ വിഷയത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി അങ്ങനെ നിസ്സാരമായി പറയുന്ന ആളല്ല. സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, പഠിച്ച് തന്നെ പറയുന്ന ആളാണ്. അതിൽ വ്യക്തതയും മന്ത്രിക്കുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഇപ്പോൾ ഈ പറയുന്ന കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഡിപ്പാർട്ട്മെന്റ് തല നടപടിക്രമമാണ് എന്ന് മന്ത്രി പറഞ്ഞതിനെ ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. ഒരു സംശയമില്ല, അതങ്ങനെ തന്നെയാണ്. ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒരു ലംഘനം അവിടെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പോലെ, സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും പോലെ ഇതിനെ പരിഗണിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അവിടെ തീർച്ചയായും വേണ്ടത് ചോദിച്ചു വാങ്ങാനുള്ള ഉത്തരവാദിത്വം ഡോക്ടർക്കുണ്ട്. അതാണ് ഇവിടെ ഡോക്ടർ അത് 2 കത്തെഴുതി. ആ കത്തിന് യഥാസമയമുള്ള മറുപടിയും വന്നിട്ടില്ല, അതിന് 2നും അനുസരിച്ചുള്ള ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം ഉണ്ടാവും. അതിനുശേഷം മന്ത്രി എന്താണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ആദ്യം മുതൽ അവസാനം വരെ അതിങ്ങനെ ആവർത്തിച്ച് 8-9 മിനിറ്റുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. അതിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത് ഞാൻ ഇവിടെ പറയേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തോടെ തന്നെയാണ് മന്ത്രി അത് പറയുന്നത്. ഈ കാണാതായതിനെ കുറിച്ച് ഞാൻ എന്തോ ഒരു പ്രത്യേക അന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി അവിടെ പറയുന്നത്. അടുത്ത അന്വേഷണം നടത്തേണ്ടി വരും തീർച്ചയായും. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ വികാരാധീനനായി സംസാരിക്കുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ പദ്ധതി മന്ത്രിയുടെ. അതുകൊണ്ടാണ് മന്ത്രി അവിടെ വന്ന് നിന്നിട്ട് പറയുന്നത് എന്താണ് മോഷണം എന്നുള്ള പ്രയോഗം മന്ത്രിയുടെയാണ്. എങ്ങനെയാണ് മന്ത്രിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയത്? മോഷണമാണ് നടന്നതെന്ന് നടന്നിട്ടുള്ളത് ഒരു അന്വേഷണവും നടന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ മോഷണമാണെന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള അന്വേഷണം നടന്നില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഒരു സമിതിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങേയറ്റം ദുരുപദിഷ്ടമാണ്, അങ്ങേയറ്റം വൈരാഗ്യ ബുദ്ധിയോടെ ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഞാനതിനെ കരുതുന്നത്. കാരണം സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ആദ്യഘട്ടത്തിൽ മന്ത്രി പറഞ്ഞ എന്താണ്, ഞാൻ ചേർത്ത് പിടിക്കും, ഇത് എന്താണ് സ്വാഭാവികമായും അത് വളരെ നല്ല സതുദ്ദേശത്തോടെ ചെയ്തതാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്? അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് ശരിയല്ലാത്തൊരു പ്രതികരണം നടത്തിയെന്ന് പറയും. സ്വാഭാവികമായി സർക്കാരിന് അത് പറയുകയും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആശുപത്രികളെല്ലാം ഈ പല മാധ്യമങ്ങളും അനാവശ്യമായി വിമർശിക്കുന്ന ഒരു വിമർശനം നമ്മൾ നടത്തുന്നില്ല. അതായത് ആശുപത്രികളൊക്കെ തിരക്കേടില്ലാതെ തന്നെയാണ് പോകുന്നത്, ആ സംവിധാനങ്ങൾ തിരക്കേടില്ലാതെയാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു ആരോപണത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണോ ഹാരിസ് ചിറക്കലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന മട്ടിലാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നത്. ഉടനെ മിനിസ്റ്റർ മാത്രമല്ല, ഈ സജി ചെറിയാൻ, പാർട്ടി സെക്രട്ടറി അടക്കം മൊത്തം സംവിധാനങ്ങളും പിന്നെ ഹാരിസ് ചിറക്കലിനെതിരെ തിരിയുകയാണ്. അത് ഒരു ശരിയായ രീതിയല്ല, അത് വിമർശിക്കപ്പെടേണ്ടതാണ്. ഇന്നത് ഉറപ്പായി. കാരണം ഇന്ന് ഈ പറയുന്നത് പോലെ ഒരു മോഷണം എന്ന പ്രയോഗം മന്ത്രി നടത്തുകയും ബോധപൂർവം അത് പറയാൻ വേണ്ടി വന്ന് നിൽക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്ന തരത്തിൽ ആ പ്രതികരണം നടത്തുകയും ചെയ്തതോടെ ഇക്കാര്യത്തിൽ ഒരു ആനുകൂല്യവും മന്ത്രിക്ക് നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.